പത്തിലെ ലളിതാ സഹസ്രനാമം കേട്ടോ ഫുള്ള് പഠിച്ചായിരുന്നു. ഇപ്പൊ ഒരു വരിയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഇല്ല ഫുൾ പഠിച്ചില്ല. സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനാം മാണിക്യമൗളി സ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീം ആപീണ വക്ഷോരുഹാം പാണിഭ്യാം മലിപൂർണരത്ന ചഷകം രക്തോത്പലം വിഭ്രഹീം സൗമ്യാം രത്ന കടശ്ച രക്തചരണം ധ്യായേത് പരമംബികാം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി സിതഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്വാന സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാണ്ഡ്യ. ഇങ്ങനെ കുറെ. കുട്ടി നല്ല കുട്ടിയായിരുന്നു, നല്ല ടീച്ചർ പഠിപ്പിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ടീച്ചറിന്റെ കുഴപ്പമാണ്. രാവിലെ തൊട്ട് നൈറ്റ് വരെ ഇങ്ങനെ ഫുൾ ക്ലാസ്, എന്തോ മഞ്ചരി അങ്ങനെ ഏതോ കുറെ ഇങ്ങനെ ശ്ലോകംസ്, അത് കഴിഞ്ഞിട്ട് പാട്ട് ക്ലാസ്. സോ ഞാൻ ഫുൾ അവിടെ ഇരുന്ന് എല്ലാം കേൾക്കും. അത് കേട്ടതിന്റെ ഗുണമുണ്ട് കേട്ടോ. അതെ. പക്ഷെ ഈ സ്കൂളിൽ ഒന്നും കേട്ടില്ല. ഇവിടെ കുട്ടി ഇന്ന് വരെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ശ്വേതയെ കൊണ്ടൊക്കെ പറയിപ്പിച്ചില്ലേ? എന്നിട്ടും കുട്ടി പഠിച്ചു. ശ്വേത വരുമ്പോ ഓടി വന്ന്, ചിലപ്പോ ശ്വേത പഠിക്കാൻ വരുമ്പോഴത്തേക്കും ചേച്ചി ഓടി വന്ന് ഞാൻ ചേച്ചിയുടെ കൂടെ പഠിക്കാതിരിക്കാന്ന് പറഞ്ഞു 5 മിനിറ്റിൽ ആളെ കാണാതെ. ഇവളുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ആൺകുട്ടികളുടെ ഫ്രണ്ട്സ്. എല്ലാരും കുറെ ഗ്രൂപ്പായിട്ട് വരുമ്പോഴത്തേക്കും ഇവള് വന്നിരിക്കും. ഫ്രണ്ട്സ് ആൺകുട്ടിയാണ്. അത് പ്രത്യേകം പറയാം. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോഴാ വന്നിരിക്കും. പക്ഷെ അവിടെയും 10 മിനിറ്റ് എന്നാ അവരെങ്കിലും ഇരിക്കുമ്പോൾ ശരി വന്നിരിക്കൂലോ എന്ന് വിചാരിച്ചാ 10 മിനിറ്റ്. അത് എന്താ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കർണാട്ടിക് മ്യൂസിക് എങ്ങനെയാന്ന് വെച്ചാൽ കീർത്തനങ്ങൾ എന്ന് പറഞ്ഞ ഒരു പല്ലവി തന്നെ ഒരു 10-8 സംഗതികളാണ്. എനിക്കെന്താ ഒരേ ലൈന് എന്തിനാ ഇത്ര സംഗതി ഒരേ ലൈൻ എങ്ങനെ ഇത്ര പാടി പാടുന്നേ? അതാണ് പൊറുമില്ലാത്തത്. ക്ലാസിക്കൽ പഠിക്കാൻ എനിക്ക് പൊറുമില്ല. ഒരേ ലൈൻ എന്തിനാ ഇത്രയും പ്രാവശ്യം ആവർത്തിക്കുന്നത്? പക്ഷെ അതാണ് ആ പാടുന്നതാണ്, ആ പഴ സംഗതി എടുത്ത് പാടുന്നതാണ് നമ്മളുടെ ത്രോട്ടിന് കൊടുക്കുന്ന ഒരു കട്ടി, ആ ഒരു സൈക്കിൾ ബാലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവള് പക്ഷെ ഉള്ളത് തുറന്നു പറയാനുള്ള 5 മിനിറ്റ് കൊണ്ട് പഠിക്കും. എളുപ്പം സംഗതികൾ ഇവള് ക്യാച്ച് ചെയ്യും. നല്ല ഗ്രാസ്പിംഗ് പവറാണ്. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബാക്കി എല്ലാരും പാടുന്ന നമുക്ക് ബോറടിക്കണമെന്ന്. അതുകൊണ്ടാ കുട്ടി പഠിക്കാത്തത് അല്ലേ? കുട്ടി അതുകൊണ്ടാണ്. എന്നാ തന്നെ വരുമോ? ഇപ്പൊ ഞാൻ ചോദിച്ചു എന്നെ പഠിപ്പിച്ചാന്ന്. ഇപ്പൊ ടൈം ഇല്ലാന്ന് അമ്മാണ് പറഞ്ഞു. എനിക്ക് ടൈമില്ല. നീ പറയുമ്പോ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. അതെ. ആരെയൊക്കെ പഠിപ്പിക്കാൻ നിഷേധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് അതിലേക്ക് വരാം. അതെ. ഈ ധനുഷ് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ഏത് ടൈമിലാണ്? അത് ഓൺലൈന് കുറച്ച് നാളെ പഠിച്ചുള്ളൂ കേട്ടോ. കൊറോണ ടൈമില് ശ്വേത ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ധനുഷ് ഇങ്ങനെ ചോദിക്കുന്നു, ഇങ്ങനെ നമ്പർ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്പർ കൊടുത്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ഹായ് മാഡം ഞാൻ ധനുഷ് എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെയാണ് ക്ലാസ്സാണ്, അതാ കണ്ടീഷൻസ് ഒക്കെ ഓക്കെയാണ്, ഒന്നും അതൊരു പ്രശ്നമില്ല. നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. കറക്റ്റ് എനിക്ക് എപ്പോഴും അറിയാം. ഒരു 11 രാവിലെ ഓൺലൈനാട്ടോ, കറക്റ്റ് 11 ആകുമ്പോഴേ കറക്റ്റ് വിളിക്കും. കറക്റ്റ് 12:01 പോവില്ല. ടൈം ആച്ച് രാവിലെ മറ്റേ വിഭൂതിയെല്ലാം ഇട്ട് രുദ്രാക്ഷമൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിരിക്കും. അവിടുന്ന് എനിക്ക് പുക കാണാം, ഇങ്ങനെ ഭസ്മവും അല്ല മറ്റേ എന്താണ് സാധാരണ തിരിവൂത് ഇതെല്ലാം വച്ച്. സോ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കൊറോണ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് ചിലപ്പം വരാൻ പറ്റുമോ അറിയില്ല കണ്ടിന്യൂ ചെയ്യാൻ. കാരണം US പോയി, പിന്നെ ഡൽഹിയിൽ ഹിന്ദിയിലൊക്കെ അഭിനയിച്ച് അങ്ങനെ പുള്ളി അങ്ങ് തിരക്കായി പോയി. പിന്നെ ഇപ്പം കോണ്ടാക്റ്റ് ഒന്നുമില്ല. പിന്നെ ഇവളെ മറ്റേ ആ പടത്തിലെ ഒരു പാട്ട് പാടി, പക്ഷെ അത് പുള്ളി അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. അറിഞ്ഞിരിക്കും, ഓഫ് കോഴ്സ് അറിഞ്ഞു കാണാം. അത് വേറെ തിരക്കിട്ടുണ്ടാവും. അതെ. റഹ്മാൻ സാറിന്റെ അടുത്ത് ഇത് എത്തിയിട്ടുണ്ടായിരിക്കോ? ശിവാംഗിയുടെ റഹ്മാൻ സാറിന് ഇവളുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അവര് പുള്ളിയെ പറഞ്ഞില്ല, അമ്മ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ പറഞ്ഞത്. ഹണി നിങ്ങൾക്ക് ഹണി വോയിസ് എന്ന് പറഞ്ഞു. അതുപോലെ സാർ എന്തെങ്കിലും അഡ്രസ് ചെയ്ത പോരെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കിച്ചണിൽ ഹണി ഇല്ലെങ്കിൽ ശിവാംഗിയുടെ വോയിസ് ഇട്ടാ മതിയെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അത്രേ പറഞ്ഞോളൂ. അത്രയൊക്കെ പറഞ്ഞില്ലേ? എന്താണ് സാറിന്റെ വായിക്കാത്തത് അത്രയൊക്കെ കേൾക്കാന്ന് പറയാം. സാറ് ഇപ്പൊ ഞാനും വിനീത് ശ്രീനിവാസൻ നമ്മളുടെ ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം ഇട്ടപ്പോ ഉണ്ടല്ലോ, എനിക്കിങ്ങനെ ധരിച്ചു വന്നു. ഞാനത് കണ്ടപ്പോ ഉണ്ടല്ലോ ഭയങ്കര അങ്ങനെ ഒരു ഫീലൊക്കെ ഉണ്ടാവുക എന്ന് പറയാൻ നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ 1-2 വട്ടമൊക്കെയാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ശിവാംഗി പഠിക്കണം എന്നുള്ളത് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ വിട്ടുകളയാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവളുടെ കുസൃതി അത്രയ്ക്കും മേലെയായിരുന്നു. അതെ. മറ്റു പിള്ളേരെ എല്ലാം എനിക്ക് നിലയ്ക്ക് നിർത്താൻ പറ്റും, എന്റെ പിള്ളേരെ നിലയ്ക്ക് നിർത്താൻ പറ്റില്ല.
പക്ഷെ മറ്റേ ആൾ അങ്ങനെയല്ലല്ലോ, കുറച്ചുകൂടെ സൈലന്റ് അല്ലേ? അവൻ കുറച്ചുകൂടെ സൈലന്റ് ആണ്. പക്ഷെ അവനും പാട്ട്, അവനോട് ഞാൻ എടാ ഒരു ഇത് പഠിക്കുക, ഒരു വർണ്ണം പഠിക്കുക, വർണ്ണം ഈ ഒരു 10 വർണ്ണം ഞാൻ പാടി കേൾപ്പിച്ചു. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരെണ്ണം അറിയാം. നോക്കുമ്പോൾ അവൻ അതെല്ലാം പാടുന്നു. അവനും അതെല്ലാം പാട്ടിനെടുത്ത് പഠിച്ചത് നല്ല. അതെ, ഞാൻ എന്റെ ബ്രദറാണ് പാട്ടിനെടുത്ത് പോയി പഠിച്ചേ. ഓർമ്മയുണ്ട് അവൻ അതെല്ലാം. ഞങ്ങൾ പാട്ടിരിക്കുന്നില്ലേ, പാട്ടി രാവിലെ എഴുപ്പി വിടും. രാവിലെ എഴുന്നേപ്പിച്ചിട്ട് പൂജ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്നിട്ട് കുക്കിംഗ്, അതിന് വന്ന് അപ്പളം പൊരിക്കാനല്ല, പപ്പടം പൊരിക്കാനല്ല പഠിപ്പിച്ചു ഫസ്റ്റ് എനിക്ക് പാട്ടിയാ. അത് കഴിഞ്ഞിട്ട് വലിയ പഠനം. പാട്ടി എനിക്ക് രസം വെക്കാൻ കൂടെ പഠിപ്പിച്ചു. രസം വെക്കാൻ പഠിക്കുന്ന വലിയ പഠനം തന്നെയാണ്. ഞങ്ങൾക്ക് രസം വെച്ച് തന്നിട്ടുണ്ട്. അത് ആവശ്യമുള്ളപ്പോ വെച്ചോളൂ അല്ലേടാ. ഞാൻ പുതിയ വീട്ടിൽ ഷിഫ്റ്റ് ആയിട്ട് ഞാൻ രസം ഉണ്ടാക്കും. രസം വെക്കാൻ പഠിച്ചു. വത്തക്കുഴമ്പ് ആർക്ക് വേണം? കണ്ടാ ഇങ്ങനെ ഇരിക്കുന്നവരെ അമ്മയ്ക്ക് ഞാൻ എന്തിനാ കുക്ക് ചെയ്ത് തരണ്ടേ? അതെ അതെ, അപ്പൊ വന്ന് പാട്ടി മര്യാദക്കിരുന്ന് ഞങ്ങൾ കുക്ക് ചെയ്ത് തരും. എന്നിട്ട് പാട്ടി വന്ന് തൈര് സാധം ഉരുണ്ട ചെയ്ത് അതിൽ ഓട്ടയിട്ട് രസം എല്ലാം ഇട്ട് ഇങ്ങനെ വായിൽ ഊട്ടി തരും. തൈര് സാധത്തിൽ ഒരു ഉരുളയിൽ ഒരു ഓട്ട ഇടും. എന്നിട്ട് അതിൽ വത്തക്കുഴമ്പ് ഇങ്ങനെ ഊത്തും. എന്നിട്ട് എന്നാ ടേസ്റ്റാന്നറിയാവോ? സെമ്മ ടേസ്റ്റ്. ഞങ്ങളെല്ലാം കൈയോടെ ഇങ്ങനെ നിൽക്കും. ഞാന് ബ്രദറ് ചില സമയം താത്ത കൂടെ നിൽക്കും. താത്ത എന്നിട്ട് എല്ലാരും വന്ന് പാട്ടി ഒരു 2 നിറയെ തൈര് സാധം വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിട്ട് ഓട്ട ഇട്ടിട്ട് ഇങ്ങനെ ഇത് അതെല്ലാം ഒരു കാലം. നമുക്ക് വടക്കേ ഓട്ട ഇടാൻ അറിയില്ല. അത് ഈ അതായത് റീസെന്റ് ആയിട്ട് ടോപ്പ് കുക്ക് ഡൂപ്പ് കുക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഞാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എനിക്കും ഒരു ചലഞ്ച് തന്നു, വട ഉണ്ടാക്കാൻ. നമുക്ക് ഈ വടക്ക് ഓട്ട ഇട്ടിട്ടുള്ള അങ്ങനത്തെ നമുക്ക് അറിയത്തില്ല, ഞാൻ ചെയ്യാറില്ലല്ലോ. എന്നിട്ട് വട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ലൈറ്റർ ഒരെണ്ണം എടുത്തിട്ട് അതിൽ കുറച്ച് നീണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അങ്ങനെ എല്ലാ വടയും ഇങ്ങനെ കയറ്റിയിട്ടിട്ട് അങ്ങനെയാണ് വട ഉണ്ടാക്കിയത്. നോക്കും തിരിച്ചു നല്ല സൂപ്പർ വട. എന്തിനാ ഇത് പറഞ്ഞെന്ന് പോലും അറിയാം. അതെ അതെ, അത് വേറൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പോട്ടെ, നമുക്കൊരു പാട്ടുകൂടെ പാടിയിട്ട്. ശിവാങ്കി, ഞാൻ ഇതൊക്കെ പറഞ്ഞാലും ഞാൻ ഇടയ്ക്ക് ഈ രാഗവിദ്യ എന്നുള്ള രാഗരസമൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതിൽ പന്തപുരാളി രാഗരസം ചെയ്തതിൽ അപ്പം ആ നേരത്തെ ഇങ്ങനെ പഠിക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഒരു കീർത്തനം പഠിപ്പിച്ചു കൊടുത്തു. രഘുവര ഞാപകം ഉണ്ടോ? ഞാൻ പെറുക്കാം വള്ളമ്മ 2 പേര്. പക്ഷെ അതിൽ എത്ര സംഗതി അതിനല്ലേ പാടിക്കുക. മരവത ഗുണ രാമ രഘുവര നന്നു 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 മരവത ഗുണ. പാടിയാ മതി, ഇടയ്ക്ക് നിർത്തണ്ട. അതൊക്കെ എങ്ങനെ വരും എന്നുവെച്ചാ ഇതൊക്കെ പാടി നോക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതുപോലെ കൺഫ്യൂഷൻ വരും. അയ്യോ, എനിക്ക് പഠിപ്പിച്ച സംഗതി വേറെ, ഇപ്പൊ പാടിയത് വേറെ. അവിടെ മാറ്റി പാടിയിട്ട് മനോധർമ്മം അനുസരിച്ച് മാറ്റുകയാണ്. എന്നെ പഠിപ്പിച്ച വാക്കാണ് കേട്ടോ. എന്നെ കുറച്ച് ഈ തേർഡ് സംഗതി ആക്ച്വലി ഈ പാട്ടിന് 7-8 സംഗതി ഉണ്ട്.